വെൽക്കം ടു സോഡിയാക് PSC അക്കാഡമി. ഖാദി ബോർഡ് LDCയുടെ പ്രിലിംസ് സ്റ്റേജ് 5-ൽ നടന്ന സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിലെ ഇനാമലാണ്. അതിന്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതെന്നുള്ളതായിരുന്നു ചോദ്യം. ഓപ്ഷൻ എ മൈക്രോ ബാക്ടീരിയം, ഓപ്ഷൻ ബി സ്ട്രെപ്റ്റോകോക്കസ്, ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ, ഓപ്ഷൻ ഡി എഷെറിക്കിയ കോളി. ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റഡ് ആണ്. സോ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഒന്ന്, കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം A. ഓപ്ഷൻ 2, നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം E. 3, മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം K. 4, മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം B. ഓപ്ഷൻ 1, 3, ഓപ്ഷൻ B 4 മാത്രം, ഓപ്ഷൻ സി 2 മാത്രം, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ചോദ്യം ഇതായിരുന്നു, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതെന്നുള്ളതാണ്. ആൻസർ 4-മത്തെയാണ്. അതായത് മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം B എന്നുള്ളതാണ് ഇവിടെ തെറ്റായ ആൻസർ. അങ്ങനെയാണെങ്കിൽ ശരിയായവ ഏതൊക്കെയാണ്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം A. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം E എന്നുള്ളത് ശരിയാണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം K എന്നുള്ളതും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ജീവകങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകൾ പരിശോധിക്കാം. നമുക്കറിയാം, ജീവകങ്ങൾ നമ്മുടെ ശരീരത്തിലെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റബോളിക് ആക്ടിവിറ്റീസിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ജീവകങ്ങൾ എന്ന് പറയുന്നത്. ജീവകങ്ങൾ പ്രധാനമായും 2 തരത്തിലുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസും ഉണ്ട്, ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസും ഉണ്ട്. ജീവകങ്ങൾ 2 തരത്തിലുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്നവയെന്നും ജലത്തിൽ ലയിക്കുന്നവയെന്നും 2ആയിട്ട് തിരിക്കാം. അതിൽ കൊഴുപ്പിൽ ലയിക്കുന്നവ കൃത്യമായി നിങ്ങൾ പഠിച്ചു വെക്കണം. ADEK, എഡക് എന്ന് വേണമെങ്കിൽ പറയാം. ADEK, എഡക്. ഓക്കെ, കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് എന്ത്? കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് ADEK, അഡക് എന്ന് പറയാം. ഓർത്തിരിക്കണേ, വൈറ്റമിൻ എയുടെ സയന്റിഫിക് നെയിമാണ്, ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ. വൈറ്റമിൻ A എന്നറിയപ്പെടുന്നത് ഏതാണ്? റെറ്റിനോൾ ആണ്. വൈറ്റമിൻ ഡി അറിയപ്പെടുന്നത് കാൽസിഫെറോൾ എന്നാണ്. വൈറ്റമിൻ A അറിയപ്പെടുന്നത് റെറ്റിനോൾ എന്നും, വൈറ്റമിൻ ഡി അറിയപ്പെടുന്നത് കാൽസിഫെറോൾ എന്നും, വൈറ്റമിൻ E അറിയപ്പെടുന്നത് ടോക്കോഫെറോൾ എന്നും, വൈറ്റമിൻ K അറിയപ്പെടുന്നത് ഫില്ലോക്വിനോൺ എന്നാണ്. ഓർത്തിരിക്കണേ, വൈറ്റമിൻ A റെറ്റിനോൾ, ഡി കാൽസിഫെറോൾ, E ടോക്കോഫെറോൾ, K ഫില്ലോക്വിനോൺ. ഫില്ലോക്വിനോൺ. A റെറ്റിനോൾ, D കാൽസിഫെറോൾ, E ടോക്കോഫെറോൾ, K ഫില്ലോക്വിനോൺ. ഓക്കെ, ഇതെല്ലാം ഏതാണ്? അഡക് ഏതാണ്? കൊഴുപ്പിൽ ലയിക്കുന്നത് ഫാറ്റ് സൂലബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആണ് അഡക്. ADEK. A എന്ന് പറയുന്നത് റെറ്റിനോൾ. ഓക്കെ, K എന്ന് പറഞ്ഞാൽ എന്താണ്? ഫില്ലോക്വിനോൺ ആണ്. E എന്ന് പറയുന്നത് എന്താണ്? ടോക്കോഫെറോൾ ആണ്. D എന്ന് പറയുന്നത് എന്താണ്? കാൽസിഫെറോൾ ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജലത്തിൽ ലയിക്കുന്നവ എത്രയായിട്ട് തിരിക്കാം? 2ആയിട്ട് തിരിക്കാം. B കോംപ്ലക്സുകളും സിയുമാണ്. B കോംപ്ലക്സുകളും സിയുമാണ്. അതിൽ നമുക്ക് B കോംപ്ലക്സുകളുടെ വീണ്ടും ഫർദർ ക്ലാസിഫൈ ചെയ്യാം. അതിൽ B1, B2, B3, B5, B6, B7, B9, B12. അപ്പോൾ B1 ഉണ്ട്, B2 ഉണ്ട്, B3 ഉണ്ട്, B4 ഇല്ല, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഇല്ല, 10 ഇല്ല, 12 ഇല്ല, 11 ഇല്ല. ഓക്കെ, ഇത്രയാണ് എന്തെന്ന് പറയുന്നത് B കോംപ്ലക്സിൽ വരുന്നത്. അതിൽ B1 എന്നറിയപ്പെടുന്നതാണ് തയാമിൻ. B1, വൈറ്റമിൻ B1 ആണ് തയാമിൻ. വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ. വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ. B3 നിയാസിൻ. B3 നിയാസിൻ. B5 പാൻറ്റോതെനിക് ആസിഡ്. B5 പാൻറ്റോതെനിക് ആസിഡ്. B6 pyridoxine. B7 biotin.
B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B9 ഫോളിക് ആസിഡ്, B12 സയാനോകൊബാലമിൻ, സയാനോകൊബാലമിൻ. ഒന്നുകൂടി പറഞ്ഞാൽ B1 തയാമിൻ, ഓർത്തിരിക്കണേ, B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻഡോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ് ആൻഡ് B12 സയാനോകൊബാലമിൻ. ഓക്കെ, അപ്പോൾ വൈറ്റമിനും അതുപോലെ തന്നെ ആ വൈറ്റമിൻ്റെ സയൻറ്റിഫിക് നെയിമും അപര്യാപ്തത രോഗങ്ങളും ഒക്കെ PSC ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. നമ്മൾ ഈ കഴിഞ്ഞ 5 സീരീസും പരിശോധിച്ചപ്പോൾ ഒരു ചോദ്യം മസ്റ്റായിട്ടും വൈറ്റമിൻ എന്ന് പറയുന്ന സെക്ഷനിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്തത്, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം, ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? ഓപ്ഷൻ എ വായുവിലൂടെ, ഓപ്ഷൻ ബി സമ്പർക്കം മുഖേന, ഓപ്ഷൻ സി കൊതുക് മുഖേന, ഓപ്ഷൻ ഡി ആഹാരം, വെള്ളം എന്നിവയിലൂടെ. അപ്പൊ നമുക്ക് നോക്കാം, ഉത്തരം ഏതാണ്? സമ്പർക്ക മുഖേന. ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം പകരുന്നത് എങ്ങനെയാണ്? നമ്മുടെ സമ്പർക്കം, ഒരാളിനോടുള്ള കോണ്ടാക്ട് മുഖേനയാണ് എന്ത് വരുന്നത്? കുഷ്ഠം പകരുന്നത്. അങ്ങനെയാണെങ്കിൽ സമ്പർക്കത്തിലൂടെ പകരുന്ന മറ്റു രോഗങ്ങൾ ഏതൊക്കെയാണ്? കുഷ്ഠം, എബോള. കുഷ്ഠത്തോടൊപ്പം എബോളയും എന്താണ്? സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. എന്നാൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ക്ഷയമുണ്ട്, വസൂരിയുണ്ട്, ചിക്കൻ പോക്സ്, 5-ാം പനി, വില്ലൻ ചുമ, സാർസ് ഒക്കെ. ക്ഷയം, വസൂരി, ചിക്കൻ പോക്സ്, 5-ാം പനി, വില്ലൻ ചുമ, സാർസ് ഒക്കെ എന്തിൽ കൂടെയാണ് പകരുന്നത്? വായുവിലൂടെ. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഒന്നുകൂടി ഓർത്തിരുന്നേ. ക്ഷയമുണ്ട്, വസൂരിയുണ്ട്, ചിക്കൻ പോക്സ് ഉണ്ട്, 5-ാം പനി, വില്ലൻ ചുമ, സാർസ്. നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ വായുവിലൂടെ പകരുന്ന രോഗത്തിന് ഉദാഹരണം ഏതെന്നായിരിക്കും. അപ്പം നിങ്ങൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്, ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്, സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു വെക്കണം. അപ്പം ആ സെക്ഷനിൽ നിന്നും റിപ്പീറ്റ് ആയിട്ട് ഈ 5 സീരീസിലും രോഗങ്ങളും രോഗകാരികളും അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകളും ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കൊതുക് മുഖേന പരത്തുന്നത് ഏതൊക്കെയാണ്? നമുക്കറിയാം, മന്ത്, മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ ഒക്കെ എന്താണ്? കൊതുക് മുഖേനയാണ്. ജലത്തിലൂടെ പകരുന്നതാണ് കോളറ, ടൈഫോയിഡ്, എലിപ്പനി, അതൊക്കെ. അപ്പോൾ കുറേയൊക്കെ നമുക്ക് ഓപ്ഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മളിത് പത്രങ്ങളിലൂടെയൊക്കെ മറ്റു വായിച്ച് കേട്ട്, അല്ലെങ്കിൽ ചിലവർക്ക് എന്താണ് നമുക്ക് രോഗം വന്നിട്ടും നമുക്ക് അറിയാവുന്നതായിരിക്കും അതിൻ്റെ പകർച്ചയെപ്പറ്റി. എന്നാലും ചില രോഗങ്ങളെ പറ്റി നമുക്ക് വലിയ ധാരണ ഉണ്ടാവില്ല. ഇപ്പോൾ എബോള സമ്പർക്കത്തിലൂടെ വരുന്നതാണ്. അതുപോലെ തന്നെ സാർസ്, 5-ാം പനി, ഇതൊക്കെ ഏതിലൂടെയാണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അപ്പോൾ കണക്ട് ചെയ്ത് അതും പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. 4-ാമത്തെ ചോദ്യം, കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സ്നേഹസ്പർശം, ഓപ്ഷൻ ബി കാരുണ്യ, ഓപ്ഷൻ സി സ്നേഹാശ്വാസം, ഓപ്ഷൻ ഡി സ്നേഹപൂർവം. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ സ്നേഹസ്പർശമാണ്. ഓക്കെ, ഇനി നോക്കിയേ, അതിൽ പറഞ്ഞിരിക്കുന്ന കാരുണ്യ, സ്നേഹപൂർവ്വം പദ്ധതികളെ പറ്റി നമുക്കൊന്ന് നോക്കാം. നിർധന രോഗികളുടെ ചികിത്സാ സഹായത്തിനായി കേരള സർക്കാർ ആരംഭിച്ച ലോട്ടറിയാണ്. നമുക്കറിയാം കാരുണ്യ കുറിയെ കുറിച്ചൊക്കെ അല്ലേ. അതായത് നിർധന രോഗികളുടെ ചികിത്സാ സഹായത്തിനായിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച ഒരു ലോട്ടറിയാണ് എന്തെന്ന് പറയുന്നത്? കാരുണ്യ. അതുപോലെ സ്നേഹപൂർവ്വം എന്ന് പറയുന്നത് അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായം ലഭ്യമാക്കുന്ന ആ പദ്ധതിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്നേഹപൂർവം എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കണേ. നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് LGS പരീക്ഷയ്ക്കും LDCക്കും ഒക്കെ തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു മേഖല, അതായത് പദ്ധതികൾ, സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച വിവിധ പദ്ധതികളുണ്ട്. ആ പദ്ധതികളെല്ലാം എന്ത് ചെയ്യണം? നിങ്ങൾ നോട്ടീസ് ചെയ്ത് വെക്കണം. ആരോഗ്യ പദ്ധതികൾ ഏതൊക്കെയാണ്, വനിതകൾക്കുള്ളത് ഏതൊക്കെയാണ്, അങ്ങനെ ഓരോ പദ്ധതികളും നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത 5-ാമത്തെ ചോദ്യം, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? ഓപ്ഷൻ എ ബാസോഫില്ലും ഈസിനോഫില്ലും,
ഓപ്ഷൻ ബി ന്യൂട്രോഫിലും ബേസോഫിലും, ഓപ്ഷൻ സി ലിംഫോസൈറ്റും മോണോസൈറ്റും, ഓപ്ഷൻ ഡി മോണോസൈറ്റും ന്യൂട്രോഫിലും. ഉത്തരം ഏതാണ്? ഉത്തരം മോണോസൈറ്റും ന്യൂട്രോഫിലും. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് ചെയ്യുന്ന ശ്വേതരക്താണുക്കളാണ് മോണോസൈറ്റും ന്യൂട്രോഫിലും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട് നോക്കിയാൽ, ശരീരത്തിലെ പോരാളികളാണ് എന്ത് പറയുന്നത്, ഭടന്മാരാണ് അല്ലേ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന അന്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ ആക്രമിച്ച് കീഴടക്കാൻ വരുന്ന മൈക്രോ ഓർഗാനിസത്തിനെ, സൂക്ഷ്മജീവികളെയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന നമ്മുടെ ശരീരത്തിനെ കാത്ത് സംരക്ഷിക്കുന്ന കാവൽ ഭടന്മാരാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ശ്വേതരക്താണുക്കൾ എന്ന് പറയുന്നത്. പ്രധാന ശ്വേതരക്താണുക്കളാണ് ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസിനോഫിൽ, മോണോസൈറ്റ് ആൻഡ് ലിംഫോസൈറ്റ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ശ്വേതരക്താണുക്കൾ? ന്യൂട്രോഫിലുണ്ട്, ബേസോഫിലുണ്ട്, ഈസിനോഫിലുണ്ട്, മോണോസൈറ്റ് ഉണ്ട്, ലിംഫോസൈറ്റ് ഉണ്ട്. ഓർത്തിരിക്കണേ. അതിൽ തന്നെ ഏറ്റവും ചെറിയ ശ്വേതരക്താണു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിംഫോസൈറ്റ് ആണ്. ഏറ്റവും വലുത് ഏതെന്ന് ചോദിച്ചാൽ അത് മോണോസൈറ്റ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ ശരീരത്തിൽ രക്തം ഒഴുകുന്നുണ്ട് അല്ലേ, രക്തക്കുഴലുകളിലൂടെ. പക്ഷേ ഈ രക്തം കട്ട പിടിക്കുന്നില്ല. അങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒരു രാസവസ്തുവാണ് ഹെപ്പാരിൻ എന്നറിയപ്പെടുന്നത്. എന്താണ് ഹെപ്പാരിൻ എന്നറിയപ്പെടുന്നത്? ഈ ഹെപ്പാരിൻ നിർമ്മിക്കുന്നത് ബേസോഫിലാണ്. ഓക്കെ, അപ്പം നമ്മുടെ ശരീരത്തിനുള്ളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു രാസവസ്തു ഉണ്ട്. ആ രാസവസ്തുവിന്റെ പേരാണ് എന്ത്? ഹെപ്പാരിൻ. ഈ ഹെപ്പാരിൻ എന്ന് പറയുന്നത് എന്താണ്? നിർമ്മിക്കുന്നത് രക്താണുക്കളാണ്. അതിൽ തന്നെ ബേസോഫിലാണ് ഹെപ്പാരിൻ നിർമ്മിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. ഓക്കെ, അതുപോലെ ശരീരത്തിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുകയും വിങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈസിനോഫിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഓർഗാനിസത്തിനെ, സൂക്ഷ്മജീവികളെയൊക്കെ കില്ല് ചെയ്യാനായിട്ടുള്ള രാസവസ്തുക്കളെ ഉണ്ടാക്കുകയും വിങ്ങൽ പ്രതികരണം, നമുക്ക് മുറിവുണ്ടാകുമ്പോഴേക്കും ഒരു വിങ്ങൽ പ്രതികരണം ഉണ്ടാക്കി തരുന്നതും ഒക്കെ ആരാണ്? ശ്വേതരക്താണുക്കളായ ഈസിനോഫിലാണ്. ബേസോഫിലാണ് ഹെപ്പാരിൻ നിർമ്മിക്കുന്നത്. രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഹെപ്പാരിൻ നിർമ്മിക്കുന്നത് ആരാണ്? ബേസോഫിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, പയർചെടിയുടെ സങ്കര ഇനം ഏതാണ്? പയർചെടിയുടെ സങ്കര ഇനം ഏതാണ്? ഓപ്ഷൻ എ അനാമിക, ഓപ്ഷൻ ബി ഭാഗ്യലക്ഷ്മി, ഓപ്ഷൻ സി ഹരിത, ഓപ്ഷൻ ഡി അനഘ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ഭാഗ്യലക്ഷ്മിയാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഈ 5 സീരീസും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ 5 സീരീസിലും ചോദിച്ചിരിക്കുന്നതാണ് കാർഷിക വിളകളും അതിൻ്റെ സങ്കര ഇനങ്ങൾ, അവരുടെ പേരുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ആ പോർഷൻ നിങ്ങൾ മസ്റ്റായിട്ട് നോക്കിയേ പോകാവുള്ളൂ. അത്യുൽപാദന ശേഷിയുള്ള ചില വിത്തിനങ്ങൾ നോക്കാം. പയറിൻ്റെത് കൈരളി, ലോല, വൈജയന്തി, മാലിക, ശാരിക. ഏതൊക്കെയാണ്? പയറിൻ്റെത് കൈരളി, ലോല, വൈജയന്തി, മാലിക, അതുപോലെ തന്നെ ശാരിക. തക്കാളിയുടെ നോക്കൂ, ശക്തി, മുക്തി, വെള്ളായണി, വിജയ്, അനഘ. ശക്തി, മുക്തി, വെള്ളായണി, വിജയ്, അനഘ. ഏതാണ്? തക്കാളിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. തെങ്ങിൻ്റെ നോക്കൂ, ടി ഇൻറ്റു ഡി, ഡി ഇൻറ്റു ടി, കേരഗംഗ, ലക്ഷഗംഗ, മലയൻഡാർ, നീലേശ്വരം, കുള്ളൻ, അനന്തഗംഗ. ഓക്കെ, ഇതൊക്കെ ഓരോ വിത്തിനങ്ങളാണ്, അത്യുൽപാദന ശേഷിയുള്ള കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വിത്തിനങ്ങളാണ്. ഓക്കെ, നെല്ല് അശ്വതി, കാർത്തിക, ശബരി, മനുപ്രിയ, ഭാരതി, സ്വർണപ്രഭ, നിള, ഭദ്ര, പവിഴം, ഭാഗ്യ, കനകം. മുളകിൻ്റെതാണെങ്കിൽ നോക്കൂ, ഉജ്ജ്വല, ജ്വാല, ജ്വാലാമുഖി. മാങ്ങയുടേതാണെങ്കിൽ സിന്ധു, ഹിമസാഗർ, നീലം, സേലം, വെങ്കനപ്പള്ളി, മൽഗോവ, അൽഫോൺസ. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. വനവിഭവം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ പശ, ഓപ്ഷൻ ബി കോലരയ്ക്ക്, ഓപ്ഷൻ സി തേൻ, ഓപ്ഷൻ ഡി മണ്ണെണ്ണ. ചിലതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വനവിഭവം അല്ല, വനത്തിൽ നിന്ന് ലഭിക്കാത്തത് ഏതാണ്? മണ്ണെണ്ണയാണ് അല്ലെ. പശ, കോലരക്ക്, തേൻ, ഇതൊക്കെ എന്ത് തന്നെയാണ്? വനവിഭവങ്ങൾ തന്നെയാണ്.
7. എട്ടാമത്തെ ചോദ്യം അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഏതെന്നാണ്? ഓപ്ഷൻ എ സൾഫർ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ബി അമോണിയ, ഓപ്ഷൻ സി കാർബൺ മോണോക്സൈഡ്, ഓപ്ഷൻ ഡി മീഥൈൻ. അമ്ലമഴയ്ക്ക് ആസിഡ് റെയിന് കാരണമായ വാതകം ഏതാണ്? സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. അടുത്ത ചോദ്യം 9ാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ബംഗ്ലാദേശ്, ഓപ്ഷൻ സി ഇന്ത്യ, ഓപ്ഷൻ ഡി പാകിസ്ഥാൻ. ഇത് ക്വസ്റ്റ്യനും PSC ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 10ാമത്തെ ചോദ്യം ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്ര? ഓപ്ഷൻ എ 7, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 11. അതായത് ശുദ്ധജലം എന്ന് പറഞ്ഞാൽ ആസിഡും അല്ല ആൽക്കലി അല്ല, അപ്പൊ അതെന്താണ്? ന്യൂട്രൽ ആണ്. അപ്പൊ pH മൂല്യം അത് എത്രയാണ്? 7 ആണ്. ഓക്കെ, 7ൽ താഴെ വരുന്നത് ഏതാണ്? അതായത് 7ൽ കുറവുള്ളത് ആസിഡും 7ലേക്കാൾ കൂടുതലുള്ളത് ഏതാണ്? ആൽക്കലിയുമാണ്. ഓക്കെ, 11ാമത്തെ ചോദ്യം ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ എ ജോൺ ഡാൾട്ടൺ, ഓപ്ഷൻ ബി മൈക്കൽ ഫാരഡേ, ഓപ്ഷൻ സി റൂദർഫോർഡ്, ഓപ്ഷൻ ഡി JJ തോംസൺ. ഉത്തരം ഏതാണ്? ആറ്റം മാതൃക, അതായത് സൗരയൂഥ മാതൃക, ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത് ആരാണ്? റൂദർഫോർഡ് ആണ്. അപ്പം ആറ്റം എന്ന് പറയുന്ന ഭാഗം കെമിസ്ട്രിയിൽ നിന്ന് റിപ്പീറ്റഡ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾ ഇതിൻ്റെ സീരീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 5 സീരീസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആറ്റത്തിൻ്റെ ഒന്നല്ലെങ്കിൽ അതിൻ്റെ കണങ്ങളെ പറ്റിയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ അതിന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞരെ പറ്റിയുള്ള ഒരു ചോദ്യമായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ആ ആറ്റവുമായി ബന്ധപ്പെട്ട ഭാഗവും നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ നോക്കാം, ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെയാണ് ആറ്റത്തിന്റെ മാതൃക ആര് തയ്യാറാക്കിയത്? ഏണസ്റ്റ് റൂദർഫോർഡ് തയ്യാറാക്കിയത്. അപ്പോൾ ഏണസ്റ്റ് റൂദർഫോർഡ് ആറ്റം മാതൃക തയ്യാറാക്കിയത് ഏത് പരീക്ഷണത്തിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിലൂടെയാണെന്ന് പറയാം. ഇനി ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക കൊണ്ടുവന്ന ആരാണ്? JJ തോംസൺ ആണ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക കൊണ്ടുവന്നത് ആരാണ്? JJ തോംസൺ ആണ്. റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? നീൽസ് ബോർ ആണ്. അപ്പൊ റൂദർഫോർഡ് കൊണ്ടുവന്ന ആറ്റം മാതൃകയ്ക്ക് കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ച് കുറച്ചും കൂടി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ആറ്റം മാതൃക കൊണ്ടുവന്നത് ആരാണ്? ബോറാണ്, നീൽസ് ബോറാണ്. ഓക്കെ, ഇത്രയാണ് ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ടുകൾ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 12ാമത്തെ ചോദ്യം കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഓപ്ഷൻ എ അലൂമിനിയം, ഓപ്ഷൻ ബി അയൺ, ഓപ്ഷൻ സി കോപ്പർ, ഓപ്ഷൻ ഡി സിങ്ക്. ഓപ്ഷൻ ഡി സിങ്ക് ആണ് അതിന്റെ ആൻസർ കേട്ടോ, കലാമിൻ. അപ്പോൾ ലോഹത്തിന്റെ നമ്മൾ ഇതിന്റെ മുന്നത്തെ ഒരു സീരീസിൽ ചെയ്തിട്ടുണ്ട്. ലോഹവും അതിന്റെ ഏത് ലോഹത്തിൽ നിന്നാണ്, അതായത് നമ്മൾ ഏത് ധാതുവിൽ നിന്നാണോ ലോഹത്തെ വേർതിരിച്ചെടുക്കുന്നത് അതിനെയാണ് നമ്മൾ അയിരെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓരോ ലോഹത്തിന്റെയും അയിരുകൾ ഏതൊക്കെയാണ് ആ പേരുകൾ ഓർത്തിരിക്കേണ്ടതാണ്. അതും പരീക്ഷയ്ക്ക് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ചോദ്യം കലാമിൻ എന്ന് പറയുന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഇത് സിങ്ക് എന്നാണ് ആൻസർ. ഇത് ഒരു വട്ടം ചോദ്യം ചോദിച്ചതാണ്, അന്ന് PSC ഇത് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇനി 13ാമത്തെ ചോദ്യം ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ പെടുന്നു? ഓപ്ഷൻ എ 18, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 13. നമ്മൾ സ്റ്റേജ് 4 വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഗ്രൂപ്പിലാണ് ഓരോ മൂലകങ്ങളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, ഏതൊക്കെയാണ് ആ ഗ്രൂപ്പുകൾ എന്നും അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്നും നമ്മൾ കഴിഞ്ഞ ഇതിൻ്റെ മുന്നത്തെ സ്റ്റേജ് 4 വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ എന്നറിയപ്പെടുന്ന വാതകങ്ങൾ ഉൾപ്പെടുന്നത് ഏത് ഗ്രൂപ്പിലാണെന്നാണ് ഉത്തരം. 18ാമത്തെ അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് ഉൾപ്പെടുന്നത് ഏത് ഗ്രൂപ്പിലാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഏതാണ്? 18ാമത്തെ ഗ്രൂപ്പാണ്. ഇനി 14ാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ ജ്വലനത്തിന്, ഓപ്ഷൻ ബി റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി,
ഓപ്ഷൻ സി കൃത്രിമ ശ്വസനത്തിന്, ഓപ്ഷൻ ഡി ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. ഇത് ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഓക്സിജൻ എന്ന് പറയുന്നത് എന്തിന് ഉപയോഗിക്കുന്നതല്ല, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു വാതകമല്ല. എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ജ്വലനത്തിന് സഹായിക്കുന്ന വാതകമാണ്. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കും. കൃത്രിമ ശ്വസനത്തിനൊക്കെ കൊടുക്കുന്നത് എന്ത് തന്നെയാണ്? ഓക്സിജൻ. അപ്പോൾ എന്തല്ല, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് നമ്മൾ എന്ത് ഉപയോഗിക്കാറില്ല? ഓക്സിജൻ ഉപയോഗിക്കാറില്ല. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ 15ാമത്തെ ചോദ്യം, ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏത്? ഓപ്ഷൻ എ ടാർട്രസിൻ, ഓപ്ഷൻ ബി കാർമോയിസിൻ, ഓപ്ഷൻ സി ഇൻഡിഗോ കാർമൈൻ, ഓപ്ഷൻ ഡി ഫാസ്റ്റ് ഗ്രീൻ. ഉത്തരം കാർമോയിസിൻ ആണ്. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന ആ ഒരു കെമിക്കൽ ഏതാണെന്ന് ചോദിച്ചാൽ കാർമോയിസിൻ ആണ്. ഇങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ 16ാമത്തെ ചോദ്യം, ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഓപ്ഷൻ എ നേർരേഖാ ചലനം, ഓപ്ഷൻ ബി ഭ്രമണ ചലനം, ഓപ്ഷൻ സി വർത്തുള ചലനം, ഓപ്ഷൻ ഡി ദോലനം. ഇതും ചലനവുമായിട്ട് ബന്ധപ്പെട്ട ഈ ചോദ്യവും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മുന്നേ ഉള്ള സീരീസുകളിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം നമുക്കറിയാം. ഭൂമിയുടെയൊക്കെ ചലനം ഏതാണ്? ഭ്രമണ ചലനമാണ്. നേർരേഖാ ചലനം മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞെട്ടറ്റു വീഴുന്ന മാമ്പഴം നേർരേഖാ ചലനത്തിന് ഉദാഹരണമാണ്. വർത്തുള ചലനം എന്താ? വൃത്തപാതയിൽ കൂടെയുള്ള ചലനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വർത്തുള ചലനം എന്ന് പറഞ്ഞാൽ ദോലനം പെൻഡുലത്തിന്റെ ചലനമാണ്. ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, അതായത് ഒരു കേന്ദ്രത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ചലനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദോലനം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ഓപ്ഷൻ എ രാകേഷ് ശർമ്മ, ഓപ്ഷൻ ബി യൂറി ഗഗാറിൻ, ഓപ്ഷൻ സി കൽപ്പന ചൗള, ഓപ്ഷൻ ഡി സുനിത വില്യംസ്. ഉത്തരം ഏതാണ്? ഉത്തരം രാകേഷ് ശർമ്മയാണ്. അത് ഇതിൽ നിന്ന് വ്യക്തമാണ്, ഓപ്ഷനിൽ നിന്ന് തന്നെ വ്യക്തമാണ്, രാകേഷ് ശർമ്മയാണ്. ഇന്ത്യക്കാരൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, രാകേഷ് ശർമ്മയാണ് ഉത്തരം. 18ാമത്തെ ചോദ്യം, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് എന്തെന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ വിസരണമാണോ, ഓപ്ഷൻ ബി പ്രകീർണനമാണോ, ഓപ്ഷൻ സി പ്രതിപതനമാണോ, ഓപ്ഷൻ ഡി അപവർത്തനമാണോ? ഉത്തരം അപവർത്തനമാണ്. സാന്ദ്രതാ വ്യത്യാസമുള്ള മാധ്യമങ്ങളിലൂടെ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെ വിളിക്കുന്ന പേരാണ് അപവർത്തനം. ഓക്കെ, 19ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ചാലനം, ഓപ്ഷൻ ബി സംവഹനം, ഓപ്ഷൻ സി ബാഷ്പീകരണം, ഓപ്ഷൻ ഡി വികിരണം. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ബാഷ്പീകരണമാണ്. അപ്പം നോക്കിയേ, ഈ താപപ്രേഷണ രീതിയും നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. 1 മുതൽ 5 വരെയുള്ള ഖാദി ബോർഡ് LDCയുടെ പ്രിലിംസ് പരീക്ഷകളിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോർഷനാണ്. അപ്പോൾ ഈ താപപ്രേഷണ രീതി 3 തരത്തിലാണ് പ്രധാനമായിട്ടുള്ളത്. ചാലനമുണ്ട്, സംവഹനമുണ്ട്, വികിരണമുണ്ട്. അപ്പോൾ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഓഫ് കോഴ്സ് എന്താണ്? ബാഷ്പീകരണമാണ്. ചാലനം എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ സംവഹനം, വികിരണം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ്. ഓക്കെ, നിങ്ങളത് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ കിട്ടും. ഓക്കെ, 20ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? 1 കാറ്റ്, 2 തിരമാല, 3 പെട്രോൾ, 4 കൽക്കരി. ഉത്തരം നോക്ക്, ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് 1, 2, ബി 1, 3, ഓപ്ഷൻ സി 3, 4, ഓപ്ഷൻ ഡി 1, 4. ഉത്തരം ഏതാണ്? 1, 2. കാറ്റും തിരമാലയുമാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം. പെട്രോളും കൽക്കരിയും എന്താണ്? പാരമ്പര്യ ഊർജ സ്രോതസ്സുകളാണ്. പാരമ്പര്യ ഊർജ സ്രോതസ്സുകളെ പറ്റിയും റിപ്പീറ്റ് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ മുന്നത്തെ സീരീസിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാലും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ അവർ ഉപയോഗിച്ചാലും തീരില്ലാത്തവയാണ്. പക്ഷെ പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ ലൈക്ക് പെട്രോൾ ആൻഡ് കൽക്കരി പോലെ അവർ ഉപയോഗിക്കും തോറും അവരുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള ഊർജ സ്രോതസ്സുകളെയാണ് നമ്മൾ പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്ന് വിളിക്കുന്നത്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് അവർ ഉപയോഗിച്ചാലും അവരുടെ അളവിൽ കുറവുണ്ടാവാത്തവയാണ്. അപ്പോൾ ഇത്രയാണ്
ഖാദി ബോർഡ് LDCയുടെ പ്രിലിംസ് സ്റ്റേജ് 5 ചോദിച്ച സയൻസ് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളും. താങ്ക് യു.